ചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാനകൾ മ്ലാവ് കരിമ്പുലി കരിവാഴണ ഗാനനമോ കരിന്തേളുകൾ വള്ളി കരാളികൾ കരിമൂടിയ വേടനേതോ അരചോര പരന്ന പെരും വഴി നായാടിയ കാഹളം. നിങ്ങളിവിടെ എങ്ങനെ എത്തിയെന്നറിയണമെങ്കിൽ ഈ മോതിരത്തിൻ്റെ ചരിത്രം അറിയണം. മഹാരാജ്യമായ ദേവവാന്യത്തെപ്പറ്റി അറിയണം. ഏറെ വർഷങ്ങൾക്ക് മുൻപ് ദൈവവന്യം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. ദൈവവും ചാത്തനും തമ്മിലുള്ള ഘോര യുദ്ധത്തിനു ശേഷം ചാത്തനെ തോൽപ്പിച്ചു ദൈവം സൃഷ്ടിച്ച രാജ്യമാണ് ദൈവവന്യം എന്നാണ് കേട്ടുകേൾവി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ നൂറ്റാണ്ടുകളായി ദൈവത്തെ ആരാധിച്ചു. തലമുറകൾക്ക് ശേഷം ദൈവശീലൻ എന്ന രാജാവ് അവിടെ അധികാരത്തിൽ വന്നു. പുത്രഭാഗ്യമില്ലാത്തതിനാൽ അങ്ങേയറ്റം നിരാശനായിരുന്ന അദ്ദേഹം തൻ്റെ നിർഭാഗ്യത്തിന് ദൈവങ്ങളെ പഴിച്ചു. ആയിടെ ഒരു സ്ത്രീ കയ്യിലൊരു അത്ഭുത മോതിരവുമായി രാജ്യത്തേക്കു കടന്നുവന്നു. ആ സ്ത്രീ ചാത്തന്റെ കടാക്ഷത്തിൽ രാജാവിന് ഒരു പുത്രനെ നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇനി മുതൽ ആരും രാജ്യത്ത് ദൈവത്തെ ആരാധിക്കുവാൻ പാടില്ല എന്ന നിബന്ധനയും അതിൻ്റെ കൂടെയുണ്ടായിരുന്നു. അങ്ങനെ കാലിൽ അസാമാന്യമാം വിധം കറുത്ത പാടുകളോടുകൂടി ഒരു കുമാരൻ ജനിച്ചു. ആ കുമാരൻ വളരും തോറും രാജ്യത്തിൻ്റെ പ്രതാപം മങ്ങിക്കൊണ്ടിരുന്നു. ദൈവവന്യം ഇരുട്ടിലാണ്ടു. വരൾച്ചയും ദാരിദ്ര്യവും ആ രാജ്യത്തെ മൂടി. കുമാരൻ രാത്രിയുടെ അന്ധകാരങ്ങളിൽ ആരോടോ കൈകൂപ്പി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതൊരു ദാസി കാണുകയും വാർത്ത ദേശത്താകെ പടരുകയും ചെയ്തു. അവന്റെ കാലുകളിൽ അസാമാന്യമാം വിധം കറുത്ത പാടുകളുണ്ടായിരുന്നു. ചിന്തി പൊരി ചിന്തണ ചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാനകൾ മ്ലാവ് കരിമ്പുലി കരിവാഴണ ഗാനനമോ കരിന്തേളുകൾ വള്ളി കരാളികൾ കരിമൂടിയ വേടനേതോ അരചോര പരന്ന പെരും വഴി നായാടിയ കാഹളമോ കരിന്തേളുകൾ വള്ളി കരാളികൾ കരിമൂടിയ വേടനേതോ അരചോര പരന്ന പെരും വഴി നായാടിയ കാഹളം.
ഇതൊരു ദാസി കാണുകയും വാർത്ത ദേശത്താകെ പടരുകയും ചെയ്തു. രാജ്യത്തെ ദുരിതത്തിന് കാരണം കുമാരനാണെന്നും ചാത്തന്റെ ജന്മമായ കുമാരൻ വധിക്കപ്പെടണമെന്നും ജനരോക്ഷമുയർന്നു. വേറെ മാർഗമില്ലാതിരുന്ന രാജാവ് ഭാരം നിറഞ്ഞ ഹൃദയത്തോടെ വാളുയർത്തി തന്റെ സ്വന്തം പുത്രനെ വധിച്ചു. എന്നാൽ പിന്നീട് സംഭവിച്ചതൊന്നും ആർക്കും വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. ദൈവവന്യം ആകെ അന്ധകാരത്തിലായി. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ജനങ്ങൾ പരക്കം പാഞ്ഞു. ഇതേ സമയം രാജ്യത്തിന്റെ ഒരു കോണിൽ നിന്ന് ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കും വിധം ഒരു അട്ടഹാസമുയർന്നു. അതാ സ്ത്രീയുടെ കുടിലിൽ നിന്നായിരുന്നു. അത് ചാത്തന്റെ വിജയചിരിയായിരുന്നു. വീണ്ടും പിഴച്ചിരിക്കുന്നു നീ രാജാവേ. യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചാത്തനെ തോൽപ്പിച്ച ദൈവം ആത്മാവിനെ ഒരു മോതിരത്തിലാക്കി ഭാരതപ്പുഴയുടെ ആഴങ്ങളിൽ നിക്ഷേപിച്ചു. ഈ മോതിരം അറിയാതെ കയ്യിലകപ്പെട്ട സ്ത്രീയുടെ ശരീരത്തിൽ ചാത്തൻ പ്രവേശിച്ചു. അന്നു മുതൽ തൻ്റെ പ്രതികാരത്തിനായി ചാത്തൻ കാത്തിരുന്നു. സന്താനഭാഗ്യമില്ലാതെ തൻ്റെ വികാരങ്ങളാൽ അടിമപ്പെട്ട ദേവശീലൻ ചാത്തൻ്റെ പദ്ധതിയുടെ കരുവായി മാറി. ചാത്തന്റെ കുതന്ത്രം അതിബുദ്ധിപരമായിരുന്നു. നേരിട്ട് ദൈവത്തെ വധിക്കാൻ കഴിവില്ലാത്ത ചാത്തൻ മനുഷ്യവികാരങ്ങളായ ചതിക്കും ദുരാഗ്രഹത്തിനു മുൻപിൽ ദൈവത്തിനു പോലും രക്ഷയില്ലെന്ന് മനസ്സിലാക്കി. ആരാധന നിന്നതോടെ ശക്തി നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിനെ ചാത്തൻ തടവിലാക്കി. രാജാവിന് പുത്രനായി ജനിച്ചത് ദൈവം തന്നെയായിരുന്നു. ഒരു മനുഷ്യ ശരീരത്തിലകപ്പെട്ട് തൻ്റെ ശക്തിയും സ്വത്വവും മറന്നുപോയ ദൈവം. അവൻ്റെ കാലിലെ കറുത്ത പാടുകൾ ആ ബന്ധനത്തിൻ്റെ മുദ്രകളായിരുന്നു. അവൻ പ്രാർത്ഥിച്ചിരുന്നത് ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയായിരുന്നു. ചാത്തന്റെ കുതന്ത്രം അതിബുദ്ധിപരമായിരുന്നു. രാജ്യത്താകെ വരൾച്ചയും ദുരിതവും അഴിച്ചുവിട്ടു. മല്ലിപ്പൂവും നാൾ പോക്കേ ഇതലഴുകി കരിഞ്ഞു വീഴുമല്ലോ. അങ്ങനെ തൻ്റെ സൃഷ്ടിയായ മനുഷ്യരാൽ തന്നെ ദൈവം വധിക്കപ്പെട്ടു. ചാത്തന്റെ അട്ടഹാസം ഭൂമിയിൽ പ്രകമ്പനം കൊണ്ടു.